ശ്രീ നാരായണ നമ്പൂതിരി, ഏറ്റവും ഒടുവിൽ ഈ ചർച്ചകൾ എത്തി നിൽക്കുന്നതെല്ലാം ഈ പറയുന്നത് പോലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറത്തുള്ള സാമുദായിക ധ്രുവീകരണത്തിന് മൂന്ന് മുന്നണികളും നടത്തുന്നു എന്ന് പരസ്പരം ആരോപിക്കുന്ന കാര്യങ്ങളിലേക്കാണ്. ബി.ജെ.പിയും അവിടെ പയറ്റുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധം വർഗീയത തന്നെയെന്ന് കോൺഗ്രസ് വിമർശിക്കുന്നു. ഈ കോൺഗ്രസിന് ബി.ജെ.പിയുടെ പേരിൽ വർഗീയത പറയാൻ ഞങ്ങൾ ചില സത്യങ്ങൾ പറയുന്നത് വർഗീയതയാണോ? ഞങ്ങൾ വഖഫ് വിഷയം ഉന്നയിച്ചു. വഖഫ് വിഷയത്തിൽ എന്താ ഭൂമി നഷ്ടപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കുന്നത് വർഗീയതയാണെന്നാണ് പറയുന്നത്. ഈ ഭൂമി അന്യാധീനപ്പെടുത്താനുള്ള സംവിധാനം നിയമത്തിനെതിരെ പറയുന്നത് വർഗീയതയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ അതൊക്കെയാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ നൗഷാദ് അലി എസ്.ടി.പിയുടെ കുറിച്ച് സ്ഥാനാർത്ഥി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞോളൂ സാർ, നിങ്ങൾ പറഞ്ഞോളൂ. മണിപ്പൂരിലെ എന്താ നൗഷാദ് അലി നിങ്ങൾക്ക് ഇപ്പോ മണിപ്പൂരും ഒക്കെ പറയും. ആ മുനമ്പത്തിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞില്ല സാർ. മണിപ്പൂർ പറഞ്ഞല്ലോ. ഈ ആ മുനമ്പത്തെ മുനമ്പത്തെ 600 പേർക്ക് വേണ്ടി ഒരു ഡയലോഗ്, ഒരു ചെറിയ ഡയലോഗ് ഉണ്ടായില്ലല്ലോ സാർ. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ വേണ്ട എന്ന്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞല്ലോ, അശ്വത്ഥാമ ഹത കുഞ്ചര എന്നുള്ളത് പതുക്കെ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയല്ലല്ലോ. പാർട്ടി പ്രസിഡന്റിന്റെ നിലപാടെന്താ? പ്രതിപക്ഷ നേതാവിന്റെ നിലപാടെന്താ? യു.ഡി.എഫ് കൺവീനർ എസ്.ഡി.പി.ഐ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? യു.ഡി.എഫ് കൺവീനർ അല്ലേ ഈ സജിത്തിന്റെയും ശ്രീനിവാസന്റെയും വധത്തിൽ പ്രതികളായ വീട് സന്ദർശിച്ചത്? നിങ്ങൾ ഞാനൊന്ന് പറയട്ടെ സാർ, ഞാൻ നൗഷാദ് അലി പരാജയപ്പെടുന്നവന്റെ വെപ്രാളം ചർച്ചയിലും അങ്ങ് കാണിക്കരുത്. ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ഞാൻ മാന്യമായി മിണ്ടാതിരുന്നതാണ്. എനിക്ക് സംസാരിക്കാനുള്ള അവസരത്തിൽ അങ്ങ് എന്നെ കൊണ്ട് ആയിക്കോട്ടെ, കള്ളം ഏതാണ് ശരി ഏതാണെന്ന് ജനം തീരുമാനിക്കും സാർ. 2 ദിവസം കൂടെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പരാജയപ്പെടാൻ